കാരണം ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ വ്യാഖ്യാനിക്കാൻ അവകാശമുള്ളത് സുപ്രീം കോടതിക്കാണ്. ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഹൈക്കോടതികൾ മുതൽ എല്ലാ കോടതികൾക്കും ഉണ്ട്, പ്രത്യേകിച്ച് ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും. അപ്പം അതുകൊണ്ടൊരു കോടതികളുടെ പെരുമാറ്റത്തിലുള്ള പോരായ്മകളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പോരായ്മകളാണ് സമീപകാലത്ത് നമ്മൾ അധികം കേട്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ദുർഗന്ധമലീമസമായ അന്തരീക്ഷത്തിൽ ശുദ്ധവായുവിന്റെ ഒരു ചെറിയ പ്രവാഹം കടന്നു വരുന്നത് പോലെ ഇപ്പൊ സുപ്രീം കോടതിയുടെ തമിഴ്നാട് ഗവർണർ ബില്ലുകൾ, തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഗവർണർ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നു. അപ്പൊ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇന്ത്യ പോലൊരു രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിന് പ്രധാനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഭരണഘടനാപരമായി സമതുലിതമായി പോകുക, അതല്ലെങ്കിൽ വിഘടനവാദ സാഹചര്യം രൂപപ്പെടുക. അപ്പൊ ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായ ഒരു പ്രശ്നം സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊന്ന്, ഇന്ന് തന്നെ പോളിറ്റ് ബ്യൂറോ CPM 6-ാം തീയതി മധുരയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പോളിറ്റ് ബ്യൂറോ ഇന്ന് 2 പ്രസ്താവനകൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ആശയവിനിമയം നടത്തിയിട്ട്. ഒന്ന്, ഈ തമിഴ്നാട് ഗവർണറുടെ പെരുമാറ്റത്തെ വിമർശിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ പ്രസക്തി, കേരള ഗവൺമെന്റും കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളത്തിലെ മുമ്പുണ്ടായിരുന്ന ഗവർണർ ഈ തമിഴ്നാട് ഗവർണറോടൊക്കെ മത്സരിക്കുന്ന വിധത്തിലാണ് ജനാധിപത്യ തത്വങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരാവകാശങ്ങളും ഹനിച്ചുകൊണ്ടിരുന്നത്. അതിനെതിരായിട്ട് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. അത് ശരിവെക്കുന്ന ഒരു വിധിയാണ് തമിഴ്നാട് ഗവർണറുടെ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ആ ഒരു പ്രസ്താവന ഇന്ന് പോളിറ്റ് ബ്യൂറോ പുറപ്പെടുവിച്ചിട്ടുണ്ട്.